ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെഷനാണ്. നമുക്ക് ഡിലേ ആക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്കറിയാം, പല കുട്ടികളും എസ്പെഷ്യലി ബാക്ക്വേർഡ്സ് ആണ് ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിൽ ഫെയിൽ ആവാനുള്ള കാരണം. അവർക്ക് ഒരു പക്ഷേ സ്വന്തമായിട്ട് എഴുതാൻ സ്കില്ലില്ലാത്തത് കാരണത്തായിരിക്കാം ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിൽ അവർ ഫെയിലായിട്ടുള്ളത്. അപ്പോൾ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരൊരിക്കലും അതായത് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ 1 and 2 മാർക്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആദ്യം അറ്റൻഡ് ചെയ്യരുത്. അറ്റൻഡ് ചെയ്യാറുണ്ട് ആദ്യമേ നമ്മൾ സമയം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 1 and 2 മാർക്സൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ലാസ്റ്റ് സമയത്ത് എഴുതുക. അതിന് പകരം എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയ്യസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസേ കാരണം. അപ്പോൾ ആദ്യം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഒരു 40 മാർക്ക് ഈസി ആയിക്കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾ 1 and 2 മാർക്സിനാണ് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തി ഇത് എങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നല്ല രീതിയിൽ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിക്കൊണ്ട് നല്ലൊരു മാർക്ക് സിമ്പിളായിക്കൊണ്ട് സ്കോർ ചെയ്യാം. ഇതുപോലെയുള്ള ക്ലാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ആ ഒരു പേരിൽ നിങ്ങൾ വാട്സപ്പ് ആ ഒരു നമ്പറിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു തരാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.